രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിനേക്കാളേറെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് എല്ലാ കാലവും വീറും വാശിയും നിറയും. ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് തീരും. പരസ്യ കമ്പനികൾ സെക്കൻഡിന് കോടികൾ ബ്രോഡ്കാസ്റ്റേഴ്സിന് നൽകും. ക്രിക്കറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്സിനപ്പുറം അതിർത്തിയും യുദ്ധവും ചിത്രത്തിലേക്ക് വരും. ലോകം മുഴുവൻ ആ റൈവലറിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പൊടുന്നനെ കഥ മാറി. ഞായറാഴ്ച ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 25,000 ഇരിപ്പിടമാണ് ദുബായ് സ്റ്റേഡിയത്തിലുള്ളത്. സാധാരണഗതിയിൽ ഒരു ഇന്ത്യ പാക് മത്സരത്തിന് സെക്കൻഡുകൾ കൊണ്ട് വിറ്റുപോകേണ്ട സീറ്റിംഗ് കപ്പാസിറ്റി മാത്രം. എന്നാൽ ഇപ്പോഴും ഈ മത്സരത്തിന് ടിക്കറ്റുകൾ ലഭ്യമാണ്. അതും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ പാക് പോരാട്ടമായിട്ട് പോലും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാക് മത്സര ടിക്കറ്റുകൾ വിറ്റു തീർന്നത് വെറും 4 മിനിറ്റ് കൊണ്ടാണ്. ഇന്ത്യ പാക് മത്സരത്തിന്റെ വീറും വാശിയും കുറഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് വിറ്റുപോകുന്ന ടിക്കറ്റുകൾ മത്സര ദിവസം പോലും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതങ്ങനെ. സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ സർവ്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിമാൻഷി നർവാളിന്റെ ചിത്രം. ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കാത്ത ചിത്രം. ഹിമാൻഷിയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് പല പോസ്റ്ററുകളും പ്രചരിക്കുന്നത്. ക്രിക്കറ്റ് അല്ല, രാജ്യമാണ് ഞങ്ങൾക്ക് വലുത്. പഹൽഗാം ഞങ്ങൾക്കൊരിക്കലും മറക്കാനാകില്ല. അങ്ങനെ പോകുന്നു പോസ്റ്ററുകളിലെ വാചകങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യ കളിക്കാനേ പാടില്ലെന്ന് വലിയൊരു വിഭാഗം വാദിക്കുന്നു. ഒരു പരിധിവരെ ഈ ക്യാമ്പയിൻ ഏഷ്യ കപ്പിലെ ഇന്ത്യ പാക് മത്സരത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ UAEക്കെതിരായ ആദ്യ മത്സരത്തിലും പകുതിയിൽ താഴെ ആൾ കയറിയിരുന്നുള്ളൂ. ഏത് വൻകരയിലും സ്റ്റേഡിയം നിറയ്ക്കാൻ ഫാൻസുള്ള മെൻ ഇൻ ബ്ലൂവിന് ദുബായിൽ, അതും ആതിഥേയർക്കെതിരെ കളിച്ചിട്ട് പോലും സ്റ്റേഡിയത്തിലേക്ക് കാണികളെ എത്തിക്കാനായില്ല. സോഷ്യൽ മീഡിയ ക്യാമ്പയിനപ്പുറത്തേക്ക് സൂപ്പർ താരങ്ങളുടെ അഭാവവും ടിക്കറ്റിന്റെ ഇടിവിന് വലിയ കാരണമായിട്ടുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്ത മത്സരമാണിത്. കിങ് കോഹ്ലിയുടെയും ഹിറ്റ്മാന്റെയും ആരാധകർക്ക് താല്പര്യക്കുറവ് സ്വാഭാവികം. സച്ചിന് ശേഷം ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ കോഹ്ലിയുടെ അഭാവം എടുത്തു പറയേണ്ടതാണ്. 1000-ൽ താഴെ മാത്രം കാണികൾ വന്നിരുന്ന രഞ്ജി ട്രോഫിക്ക് ഒരൊറ്റ മത്സരം കൊണ്ട് സ്റ്റേഡിയം നിറച്ച ആളാണ് കോഹ്ലി. ഡൽഹി റെയിൽവേസ് രഞ്ജി മത്സരത്തിന് ടിക്കറ്റിനായി പുലർച്ചെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന് ചുറ്റും കൂടിയ ആരാധക കൂട്ടമുണ്ട്. കോഹ്ലിക്കും രോഹിത്തിനു ശേഷം ആ വിധമൊരു കൂട്ടത്തെ ഒപ്പം നിർത്താൻ കെൽപ്പുള്ള താരം ഇന്നത്തെ ഇന്ത്യൻ ടീമിലില്ല. ദുബായ് സ്റ്റേഡിയത്തിലെ ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. 9,800 രൂപയാണ് കുറഞ്ഞ നിരക്ക്. വെസ്റ്റ് പവലിയന് 28,174 രൂപയും ഗ്രാൻഡ് ലോഞ്ചിന് 41,153 രൂപയുമാണ് നിരക്ക്. പ്ലാറ്റിനം ടിക്കറ്റിന് 75,659 രൂപ മുടക്കണം. 1,67,851 രൂപയ്ക്ക് സ്കൈ ബോക്സ് ഈസ്റ്റ് പാക്കേജും റോയൽ ബോക്സിന് 2,30,700 രൂപയുമാണ് നിരക്ക്. ഏറ്റവും ഉയർന്ന ടിക്കറ്റ് 2,57,815 രൂപയുടെ VIP സ്യൂട്ടിനാണ്. ഇതിൽ മിക്ക സ്റ്റാൻഡിലും ടിക്കറ്റുകൾ ഇപ്പോഴും ലഭ്യമാണ്. എന്തായാലും ഞായറാഴ്ച മത്സര ദിനത്തിലെങ്കിലും ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ.